അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് നമ്മുടെ നഈമി വിഷൻ കുടുംബങ്ങളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്ത് നൽകുമാറാകട്ടെ. എല്ലാവരും ദുആയിൽ എന്നെ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഇൽമുകൾ ഞാൻ കിതാബുകൾ നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. എല്ലാവരും കേൾക്കണം, ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കേൾക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം, ഖബറിൽ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ പറ്റിയ ഒരു സംഭവം. റജബ് മാസത്തിൽ ഞാൻ പറയുന്ന രൂപത്തിൽ ചെയ്താൽ, ഞാൻ പറഞ്ഞത് ഹബീബായ തങ്ങൾ പറഞ്ഞു, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു സംഭവമാണ്. ഹബീബായ തങ്ങളുടെ ആ ജീവിതത്തിൽ സംഭവിച്ച സംഭവമാണ്. ആ സംഭവം കേൾക്കുമ്പോൾ നമുക്ക് ഈ റജബിൻ്റെ പ്രത്യേകത മനസ്സിലാകും. ഞാൻ ആ പറയുന്ന രൂപത്തിൽ ചെയ്താൽ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയില്ല. റജബിലെ ഒരൊറ്റ ദിവസം അങ്ങനെ ചെയ്താൽ, റജബിൻ്റെ ഒരൊറ്റ ദിവസം നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം എന്നാര് പറഞ്ഞു? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മുത്ത് റസൂലുള്ള പറഞ്ഞതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനെക്കുറിച്ച് പറഞ്ഞു തരാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ചാനലിൽ വരുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നമ്മുടെ ഈ ചാനൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇത് കേൾക്കുന്നവരിൽ ഒരു വലിയൊരു ശതമാനവും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അടുത്തടുത്ത ക്ലാസ്സുകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് എത്തുകയില്ല, നോട്ടിഫിക്കേഷനായി ലഭിക്കുകയില്ല. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ, അത് ചിലർക്ക് അറിയില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ, അറിയാത്തവർ അറിയുന്നവരോട് ചോദിക്കണം. നിങ്ങൾ കാണുന്ന വീഡിയോയുടെ താഴ്ഭാഗത്തായി വലത് ഭാഗത്ത് സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാകും. അവിടെ പ്രസ് ചെയ്താൽ മതി. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് അവിടെ തൊട്ട് കഴിഞ്ഞാൽ ഒരു ബെല്ലൈക്കൻ, ഒരു ബെൽ ചിഹ്നം വരും. അപ്പോൾ ആ ചിഹ്നത്തിൽ തൊട്ടിട്ട് ഓൾ എന്ന ചിഹ്നത്തിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിടുന്ന എല്ലാ ക്ലാസ്സുകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ആൾക്കാർ, ഒരു വലിയൊരു ശതമാനവും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ ചാനൽ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് ഉറപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു സംഭവമാണ് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നത്. മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ ഒരാളാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. സൗബാൻ റളിയല്ലാഹു അൻഹു അതാ പറയുകയാണ്, കുന്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുന്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെയായിരുന്നു. ഫമറർനാ ബിമഖ്ബറത്തിൻ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? മഖ്ബറയുടെ സമീപത്തു കൂടി നടന്നുപോയി. ഫമറർനാ ബിമഖ്ബറത്തിൻ, മഖ്ബറ എന്ന് ഉദ്ദേശിക്കുന്നത് ഖബർസ്ഥാൻ, ഒരു ഖബർസ്ഥാനിൻ്റെ സമീപത്തു കൂടെ. നമ്മുടെ പള്ളിയുടെ സമീപത്തായി എല്ലാവരും ഖബറടക്കപ്പെട്ടില്ലേ, അങ്ങനെ ഖബറടക്കുന്ന ഒരു സ്ഥലത്തു കൂടെ ഞങ്ങൾ നടന്നുപോയി. ഫവഖഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുന്നതിനിടയിൽ പെട്ടെന്ന് അങ്ങ് നിന്നു. പെട്ടെന്ന് നടത്തം സ്റ്റോപ്പ് ചെയ്തു, അവിടെ നിന്നു. എന്നിട്ടോ ഫബകാ ബുകാഅൻ ശദീദാ, ആ ഖബർസ്ഥാനിന്റെ സമീപത്ത് നിന്നുകൊണ്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയാണ്. ഫബകാ ബുകാഅൻ ശദീദാ, അതാ ശക്തമായ കരച്ചിലാണ്, ചെറിയ കരച്ചിലല്ല, വലിയ കരച്ചിലാണ്, ശക്തമായ കരച്ചിലാണ്. സുമ്മദ അല്ലാഹ്, അങ്ങനെ കുറച്ചു നേരം അവിടെ ഒന്ന് കരഞ്ഞിട്ട് അതാ കൈകൾ ഉയർത്തി ദുആരക്കുകയാണ്, അല്ലാഹുവിനോട് ദുആരക്കുകയാണ്. ആ മഖ്ബറ, ആ ഖബർസ്ഥാനിൽ അടക്കപ്പെട്ടവർക്ക് വേണ്ടി ദുആരക്കുകയാണ്. ഫഖുൽതു ലഹു, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ലിമ ബകൈത യാ റസൂലല്ലാഹ്, എന്തിനാ നബി അങ്ങ് കരഞ്ഞത്? കുറച്ചു നേരം കരഞ്ഞു, എന്നിട്ട് ഇവിടെ ഖബറടക്കപ്പെട്ടവർക്ക് വേണ്ടി അങ്ങ് ദുആറന്നല്ലോ. എന്തിനാണ് അങ്ങ് കരഞ്ഞെന്തിനാണ്? അങ്ങ് കരഞ്ഞതെന്തിനാണ് ഹബീബേ എന്ന് ഹബീബായ തങ്ങളോട് ചോദിച്ചപ്പോ ഫഖാല, ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
യാ സൗബാൻ, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട സൗബാനേ, ഹഉലാഇ യുഅദ്ദബൂന ഫീ ഖുബൂരിഹിം, നോക്കൂ ഈ ഖബർസ്ഥാനിൽ കിടക്കുന്ന ആയിരക്കണക്കിനായ ജനങ്ങളില്ലേ, അവരിൽ കുറേ പേര് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖബറിൽ ഒരുപാട് ആൾക്കാർ ശിക്ഷ അനുഭവിക്കുകയാണ്. ഈ ആൾക്കാർ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വദഅഉതു ലഹും, അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അതേ, അവരുടെ ആ ശിക്ഷ അനുഭവിക്കുന്നത് കണ്ടപ്പോ എൻ്റെ സമുദായത്തിൽപ്പെട്ടവരല്ലേ, എൻ്റെ ഉമ്മത്തല്ലേ അവർ ശിക്ഷ അനുഭവിക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അത് ഹബീബായ തങ്ങൾ അങ്ങനെ കണ്ടു, സ്വഹാബികൾക്ക് കാണാൻ കഴിയുന്നില്ല. അതാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. അതേ, നമ്മുടെ ഹൃദയത്തിലുള്ളത് പോലും ഔലിയാക്കൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഹൃദയത്തിലുള്ളത് അംബിയാ മുർസലീങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. ഖബറിന്റെ ഉള്ളിലുള്ളതും അവർക്ക് കാണാൻ പറ്റും. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു, ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹുൻ നാളിറൂന. ആരിഫീങ്ങൾക്ക് അവരുടെ ഹൃദയത്തിനൊരു കണ്ണുണ്ട്, അംബിയാ മുർസലീങ്ങളുടെ ഹൃദയത്തിനൊരു കണ്ണുണ്ട്. ആ കണ്ണ് നമ്മുടെ കണ്ണ് പോലത്തെ കണ്ണല്ല. അവരുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത, നമുക്കറിയാൻ കഴിയാത്ത പലതും കാണാനും കേൾക്കാനും അറിയാനും അവർക്ക് കഴിയും. അത് അള്ളാഹ് കൊടുത്ത കഴിവാണ്, അല്ലാതെ അള്ളാഹനെ മറികടക്കുന്ന കഴിവല്ല. അള്ളാഹനെ മറികടക്കുന്ന കഴിവല്ല, മറിച്ച് അള്ളാഹ് കൊടുത്ത കഴിവാണ്. മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ അള്ളാഹ് കഴിവ് കൊടുത്തവർക്ക് അറിയാൻ പറ്റും. അതാണ് അംബിയാ മുർസലീങ്ങൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സൂഫിയാക്കൾ, അവർക്കൊക്കെ പറ്റും. അതാര് കൊടുത്ത കഴിവാ? അള്ളാഹ് കൊടുത്ത കഴിവ്. അപ്പോൾ ആരുടെ ക്രെഡിറ്റാ? അള്ളാഹിൻ്റെ ക്രെഡിറ്റാണ്. അതല്ലാതെ അള്ളാഹിന് പറ്റുന്ന കഴിവ് ജനങ്ങൾക്ക് പറ്റുമെന്ന് പറഞ്ഞ് മുജാഹിദ് പറയുന്ന പോലെ നമ്മൾ പറയരുത്. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗുകാർ പറയുന്നത് പോലെ നമ്മൾ വിവരക്കേട് പറയരുത്. അവരെന്താ പറയുന്നത്? അള്ളാഹുവിനാണ് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്, എന്നിട്ട് ഔലിയാക്കൾക്ക് അറിയാമെന്ന് പറഞ്ഞു. ഔലിയാക്കൾക്ക് അറിയാമെന്ന് പറഞ്ഞു. അള്ളാഹ് കൊടുത്ത കഴിവല്ലേ? നമ്മുടെ എല്ലാ കഴിവും അള്ളാഹ് തന്ന കഴിവാണ്. അത് അള്ളാഹുവിന് മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് അള്ളാഹിക്ക് കൊടുത്തൂടെ? അള്ളാഹ് കൊടുക്കും, ഔലിയാക്കൾക്ക് കൊടുക്കും, അംബിയാ മുർസലീങ്ങൾക്ക് കൊടുക്കും. അള്ളാഹ് കൊടുക്കുന്ന കഴിവിനെ കുറിച്ച് അത് പാടില്ല എന്ന് പറയാൻ ആരാ മുജാഹിദ്? ഒരിക്കലും പാടില്ല. ഇപ്പം ഞാൻ അതിലേക്ക് പോയാൽ വിഷയം മാറിപ്പോവും, അതുകൊണ്ട് ഇപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ നോക്കിക്കോ, ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇവിടെ ആ ഖബർസ്ഥാനിൽ കുറേ ജനങ്ങൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. അങ്ങനെ ദുആ ചെയ്യുന്നപ്പോ, ഞാൻ ദുആ ചെയ്തപ്പോ ഫഖഫഫല്ലാഹു അൻഹുൽ അദാബ്, അല്ലാഹു തആല അവരുടെ ശിക്ഷയെ ലഘൂകരിച്ചു, അവരുടെ ശിക്ഷയെ കുറച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹ് മാറ്റിക്കൊടുത്തു എന്നർത്ഥം. ഹബീബായ തങ്ങൾ ദുആ ഇറക്കുമ്പോൾ ഇളവ് ചെയ്തു, ഖഫീഫാക്കി ഇളവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹ് മാപ്പ് കൊടുത്തതാണ്. സുമ്മ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, എന്നിട്ട് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സൗബാൻ റളിയല്ലാഹു അൻഹുവോട് പറയുകയാണ്, യാ സൗബാൻ, അല്ലയോ സൗബാനേ, ഈ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരുന്ന, ഈ ഖബറിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരുന്ന ജനങ്ങളുണ്ടല്ലോ, ആ ജനങ്ങൾ ലൗ സോമ ഹഉലാഇ യൗമൻ മിൻ റജബ്, റജബിൽ ഒരു ദിവസമെങ്കിലും ഓരോ നോമ്പ് പിടിച്ചിരുന്നെങ്കിൽ, വമാ നാമൂ മിൻഹു ലൈലത്തൻ, അതുപോലെ ഒരു രാത്രിയെങ്കിലും ഉറക്കമൊഴിച്ച്, റജബ് 27 ഉറക്കമൊഴിച്ചൊന്ന് ഇബാദത്ത് ചെയ്തിരുന്നുവെങ്കിൽ, മാ ഉദ്ദിബു ഫീ ഖുബൂരിഹിം, അവരെ ഖബറിൽ അല്ലാഹു ശിക്ഷിക്കൂലായിരുന്നു. അപ്പോൾ ഖബറിൽ ശിക്ഷിക്കൂലായെങ്കിൽ പിന്നെ അങ്ങോട്ടെല്ലാം രക്ഷപ്പെട്ടു എന്നതിന് അർത്ഥം. ഖബറിൽ രക്ഷപ്പെട്ടാൽ അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ഘട്ടങ്ങളിലും രക്ഷപ്പെട്ടു. അപ്പോൾ ഈ ഖബറിൽ കിടക്കുന്ന ജനങ്ങൾ അവർ ജീവിച്ചിരുന്ന സമയത്ത് റജബിൽ ഒരു ദിവസമെങ്കിലും നോമ്പ് പിടിക്കുകയും ഒരു ദിവസമെങ്കിലും അവർ ഉറക്കമൊഴിച്ച് ഇബാദത്ത് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ, രാത്രിയിൽ ഉറക്കമൊഴിച്ചവർ ഇബാദത്ത് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ,
അവരെ അള്ളാഹു ഖബറിൽ ശിക്ഷിക്കൂലായിരുന്നു, അവരെ ശിക്ഷിക്കുകയില്ലായിരുന്നു എന്ന് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു സംശയം തീർക്കുകയാണ്. ഫഖുൽതു, അപ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു മുത്തു റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ, അസ്സൗമു യൗമിൻ വഖിയാമു ലൈലത്തിൻ മിൻഹു യംനഉ അദാബൽ ഖബർ, ഒരു റജബിൽ ഒരു ദിവസം നോമ്പ് പിടിക്കുകയും റജബിൽ ഒരു രാത്രി ഒന്ന് ഉറക്കമൊഴിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഖബറിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമോ? ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമോ? ഖബറിൽ അദാബ് കിട്ടില്ല എന്നാണോ നബി അങ്ങ് പറയുന്നത്? ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ സൗബാൻ, അല്ലയോ സൗബാനേ, വല്ലദീ ബഅസനി ബിൽ ഹഖ് നബിയ്യാ മാ മിൻ മുസ്ലിമിൻ വമുസ്ലിമത്തിൻ യസൂമു യൗമൻ വയഖൂമു ലൈലത്തൻ മിൻ റജബ് യുരീദു ബിഹിമാ വജ്ഹല്ലാഹ് വല്ലദീ ബഅസനി ബിൽ ഹഖ് നബിയ്യാ, എന്നെ നബിയായിട്ട് അയച്ച അല്ലാഹു ആണ് സത്യം. മാ മിൻ മുസ്ലിമിൻ വമുസ്ലിമത്തിൻ, ഏതെങ്കിലും ഒരു മുസ്ലിമായ പുരുഷനാകട്ടെ മുസ്ലിമായ സ്ത്രീയാകട്ടെ, യസൂമു യൗമൻ വയഖൂമു ലൈലത്തൻ മിൻ റജബ്, റജബ് മാസത്തിൽ നിന്നുള്ള ഒരു ദിവസം അവർ നോമ്പ് പിടിക്കുകയും ഒരു രാത്രിയെങ്കിലും ഇബാദത്തിലായി ഉറക്കമൊഴിച്ച് കഴിഞ്ഞുകൂടുകയും ചെയ്താൽ, അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ല. അവരെന്താണ് ഉദ്ദേശിച്ചത്? യുരീദു ബിഹിമാ വജ്ഹല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെങ്കിൽ ഇല്ലാ കതബല്ലാഹു ലഹു ഇബാദത സനത്തിൻ, ഒരൊറ്റ ദിവസം ഒരൊറ്റ പകൽ നോമ്പ് പിടിച്ചു ഒരൊറ്റ രാത്രി ഇബാദത്ത് ചെയ്താൽ ഇബാദത സനത്തിൻ സാമ നഹാറഹാ വഖാമ ലയാലിഹാ, ഒരു വർഷം ഫുള്ളായിട്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്തതിൻ്റെ കൂലിയാണ്. ഒരു വർഷം ഒരു ദിവസം ചെയ്താൽ 365 ദിവസം പകൽ മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ ഇബാദത്ത്. അങ്ങനെ ചെയ്താലുള്ള കൂലി എന്താണ്? അത്രയ്ക്ക് വലിയ കൂലി ഒരൊറ്റ രാത്രി കൊണ്ട് കൊടുക്കുമെന്ന്. അതുകൊണ്ടാണ് ഖബറിൽ അവർ ശിക്ഷിക്കപ്പെടൂല എന്ന് പറഞ്ഞത്, അവർ ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞത്. കാരണം ഒരൊറ്റ രാത്രി ചെയ്താൽ അള്ളാഹ് കൊടുക്കുന്ന കൂലി എന്താണ്? ഒരൊറ്റ രാത്രിയും ഒരൊറ്റ പകലും നോമ്പ് പിടിച്ചുകൊണ്ടും ഇബാദത്തിലായി കഴിഞ്ഞുകൂടുകയും ചെയ്താൽ അള്ളാഹു കൊടുക്കുന്ന കൂലി ഒരു വർഷം 365 ദിവസം പകൽ നോമ്പ് പിടിച്ചു, 365 ദിവസവും രാത്രിയിൽ ഉറക്കമൊഴിച്ച് ഇബാദത്ത് ചെയ്തു. അങ്ങനെ ചെയ്താൽ എന്ത് കൂലി കിട്ടും? അതേ പ്രതിഫലം അള്ളാഹ് കൊടുക്കുമെന്നാണ് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ വലിയ പ്രതിഫലമാണ്, വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ഈ പരിശുദ്ധമായ റജബിന് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു ക്ലാസ്സിലായിട്ട് ഒതുക്കാതെ പല ക്ലാസ്സുകളിലൂടെ ആ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം എന്തൊക്കെ നമ്മൾ ഈ പ്രാവശ്യം ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ റജബിനെ കുറിച്ച് പറഞ്ഞു, ഇനി ബാക്കി അടുത്ത വർഷം പറയാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. അടുത്ത വർഷം ഞാനുണ്ടാകുമോ നിങ്ങളുണ്ടാകുമോ ആർക്കറിയാം. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചാൽ ഇൻഷാ അള്ളാഹ് അതനുസരിച്ച് പ്രവർത്തിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും എനിക്ക് വേണ്ടിയും ദുആ രക്കണം. നല്ല മാസമാണ്, എല്ലാവരും ദുആ രക്കണം, ദുആയിൽ ഉൾക്കൊള്ളിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇൻഷാ അള്ളാഹ് ഇത് കേട്ടവരൊക്കെ അൽഹംദുലില്ലാ എന്ന് കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.